വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ ഗാർലിക് ചിക്കൻ. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഇത് 500 ഗ്രാം ഉണ്ട്. നമുക്കിത് ആദ്യം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സ്റ്റോക്കിന് നല്ല ഉപ്പാണ്, അതുകൊണ്ടാണ് അത്രയും ചേർത്തത്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. 3 ടേബിൾ സ്പൂൺ മൈദ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അത് വറുക്കാൻ ആവശ്യമായ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഇനി ചിക്കൻ ഇടാം. ഈ ചിക്കൻ തിരിച്ചിടാം. അതിൻ്റെ കളറ് മാറി ചിക്കൻ കോരിയെടുക്കാം. പാൻ സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. പാൻ ചൂടായി ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ, ബട്ടർ മെൽറ്റായി ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിൻ്റെ കളറൊന്ന് മാറണം. പാഴ്സ്ലി ലീവ്സ് അരിഞ്ഞതിൻ്റെ ഒരു ചെറിയ അംശം അതിൽ പറ്റിയിട്ടുണ്ട് ബട്ടറിൽ. അതാണ് ഈ പച്ച കളറിൽ കിടക്കുന്നത്. ഗാർലിക്കിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മൈദ, മൈദയുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക്. ഇത് 1.25 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നതാണ്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇതാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. ഇതാണ് അതിൻ്റെ ഒരു ട്യൂബ്. ഇതാണ് 1.25 കപ്പ് വെള്ളത്തിൽ കലക്കിയത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ സോയാ സോസ്, ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതിനകത്ത് കിടന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ.
ചിക്കനൊക്കെ നന്നായിട്ട് കുറുകി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഫ്രഷ് ചില്ലി, മുക്കാൽ ടീസ്പൂൺ ഒറിഗാനോ. എല്ലാം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പാഴ്സ്ലി ലീവ്സ്. തീ ഓഫ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.